അവളുടെ സ്ഥിരം പരിപാടിയല്ലേ. തറുതല പറയണ്ട, നീ ഒന്നും ഇവിടെ വിളിച്ചു നോക്ക്. സ്വിച്ച് ഓഫ് ഈ പ്രോബ്ലം നോട്ട് ചെയ്തു. 1 added to the product of 2 consecutive. എടാ മാളു ഇതുവരെ വന്നില്ല. അവള് നിന്നെ എങ്ങാനും വിളിച്ചോ? ഇല്ല, അവളെ വിളിച്ചിട്ട് കിട്ടിയില്ലേ? അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. Now find out. അവളുടെ കൂടെ പഠിക്കുന്ന ഏതെങ്കിലും പിള്ളേരുടെ നമ്പർ ഉണ്ടോ? ആ ശ്രുതിയുടെ വിഭീഷണ നമ്പർ ഉണ്ട്. 7 മണി ആയിട്ടല്ലേ ഉള്ളൂ, അവളങ്ങ് വന്നോളൂ. ഓടി ഓടുന്നു. കാലം ഇല്ലാത്ത കാലം ഇത്. ഇച്ച വിഷമിക്കാണ്ടിരി, അവള് പഠിപ്പും വിവരമുള്ള കുട്ടിയല്ലേ. ആരെങ്കിലും കൂടെ പോയി കാണും. മനു, നീ ആ പിള്ളേരുടെ നമ്പർ എടുത്ത് വിളിക്കാൻ നോക്കിയേ. എടീ, നീ നമ്പർ തന്നെ. 960 574 0822. ആരാ? നീ വാടാ. നിങ്ങളെല്ലാരും ഇങ്ങനെ മുറ്റത്തേനെ നിൽക്കുന്നേ? എവിടെയായിരുന്നു ഇത്ര നേരം? എന്റെ ഫ്രണ്ട് ഫെമി ഇല്ലമ്മേ, അവളുടെ ചേച്ചിക്ക് കുഞ്ഞുണ്ടായി. അപ്പൊ ഞങ്ങളെല്ലാവരും കോളേജ് കഴിഞ്ഞപ്പോ അവിടെ വരുന്ന പോയി അല്ലടാ. അമ്മയ്ക്ക് ബിബീഷിന് ഓർമ്മയില്ലേ? ഇന്നാളിൽ ഇവിടെ വന്നായിരുന്നല്ലോ. ഡാ കേറി വാ, അമ്മ നല്ല അടിപൊളിയിട്ട് നാരങ്ങളുണ്ട്, നീ കുടിച്ചിട്ട് പോയാ. മനുഷ്യേട്ടാ ബൈ. അമ്മേ ബൈ. മീര ചേച്ചി ബൈ. ബൈ ബൈ ഡാ. ബൈ. ചോദിക്കണം, ചോദിക്കാൻ. എന്താ അമ്മയും മോനും കൂടെ? മോളെ മാളു, നമ്മുടെ കുമ്പഴ എന്ന് പറയുന്നത് വലിയ സിറ്റി ഒന്നുമല്ല. വളരെ സാധാരണക്കാര് ആർത്തുല്ലസിച്ച് ജീവിക്കുന്ന ഒരു പ്രശാന്ത സുന്ദരമായ കൊച്ചു ഗ്രാമമാണിത്. ഒരു മിനിറ്റ്, ചേട്ടൻ വല്ല കഥാപ്രസംഗത്തിനും പോകുന്നുണ്ടോ? നിന്നോട് ചോദിക്കാൻ പറഞ്ഞ നേരത്തിനെ ഒരു മരത്തിനോടാണ് ചോദിച്ചെങ്കിൽ അത് 2 ഇലയെങ്കിലും വീശി കാണിച്ചേനെ. കാര്യം പറയടാ. മാളു, നീ ഇന്ന് ആരാണ്ടരുടെ കൂടെ ബൈക്കിൽ കയറി വന്നു. സംഗതി അവർ നിന്റെ ഫ്രണ്ട്സ് ഒക്കെയാണ്. പക്ഷെ ഇവിടെ പണിയില്ലാതെ നടക്കുന്നവർക്ക്, ഇൻഫ്ലുവൻസേഴ്സിന് എന്തെങ്കിലും പറയാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണോ? അതുകൊണ്ട് നാളെ മുതൽ ഇനി ഇത് ബൈക്കിൽ വരരുത്. അങ്ങനെ വല്ല കാരണവശാലും ലേറ്റ് ആയ ഓട്ടോ പിടിച്ച് വരണം. പാട്രിയാർക്കിസം. അതൊരു പുതിയ പരിപാടിയാണ് അമ്മേ. എന്റെ ചേട്ടാ, ഏത് നൂറ്റാണ്ടിലാ ചേട്ടൻ ജീവിക്കുന്നേ? 19 ഞാൻ ഒരു ഫ്രണ്ടിന്റെ കൂടെ ബൈക്കിൽ കയറിയെന്നോർത്ത് എന്നാ സംഭവിക്കാനാ? ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വരുന്നതും കണ്ട് ഏതെങ്കിലും ഒരു പണിയില്ലാത്ത കേശവമാമൻ. അതാരടി കേശവമാമൻ? അതൊരു പൊതുനാമമാണ് അമ്മേ. ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരും. നാളെ ഒരു ചേട്ടനെ കുറിച്ചായിരിക്കും പറയാ. എന്ത് പറയാ? അതൊക്കെ പറയും. ചിലപ്പോ ദേ ചേച്ചിയെ കുറിച്ചായിരിക്കും പറയാ. അവളെ തൊട്ട് കളിക്കണ്ട, ആദ്യം നീ അവളെ കണ്ടുപിടിക്കട്ടോ. ഓ, എന്തായാലും നാട്ടുകാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടനാവില്ല ചേട്ടാ. ദേ, നീ ലേറ്റ് ആയി വന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ചേട്ടൻ്റെ അടുത്ത് തറുതലവട്ടം നിന്നുണ്ടല്ലോ, ചൂടുവെള്ളമായിരിക്കും, മുഖത്ത് ഞാൻ ഒഴിക്കും. മാളു, ആ പയ്യന്റെ പേരെന്തുവാന്നാ പറഞ്ഞേ? ബിബീഷ്. ബിബീഷ്? എനിക്കും കുറച്ച്. ബിബീഷ് കരുണാകരൻ. ബിബീഷ് കരുണാകര? പറയടി, ബിബീഷ് കരുണാകര? ബിബീഷ് കരുണാകര മേനോൻ. എന്താ മനു, ആ പെൻഡിങ് വെക്കുന്ന പെറ്റീഷനിൽ റിപ്ലൈ എടുത്ത് പണി തീർക്കാൻ നോക്ക്. എനിക്ക് വൈകിയ സാറേ, എപ്പോഴും ഒരേ പണി തന്നെ. ഈ ജോലി കിട്ടാനാണ് ഈ ആൾക്കാരൊക്കെ PSC ടെസ്റ്റ് എഴുതി കഷ്ടപ്പെടുന്നത്. കഷ്ടപ്പെട്ട് ടെസ്റ്റ് ചെയ്ത് കിട്ടിയ ജോലിയാണെങ്കിലേ നീ ഇത് പറയില്ലായിരുന്നു. ഇതപ്പം മരിച്ച വേക്കൻസിൽ ഈസി ആയിട്ട് കയറിയതല്ലേ, അതാ നിനക്ക് വിലയില്ലാത്ത. ഹോ, ഇങ്ങനെ ഒരു സുഖമാ. എങ്ങനെ കിട്ടിയ ജോലിയാണെങ്കിലും എനിക്ക് വയ്യ. അമ്മേ, എന്തൊക്കെയുണ്ട് വാർത്ത? എന്ത് പറയാനാടാ അമ്പാടി, പഞ്ചാബില് ബസ് മറിഞ്ഞ് 5 പശുക്കൾ ചത്തുന്നു. കഷ്ടായിപ്പോയി. അവനിതറിഞ്ഞാ? വരുന്നടാ അമ്മേ, ഞാൻ പോവാണേ. എങ്ങോട്ടാ രണ്ടാളും കൂടി? ഭക്തിമാർഗത്തിലാണ് അമ്മേ. വലഞ്ചുഴി അമ്മേ ശരണം. അമ്മേ ശരണം.
പിന്നെ വൈകിപ്പോയി. ഉം. നീ തൊഴുതോ? ഓ എത്രയാന്ന് വെച്ചാ നോക്കി നിൽക്കുന്നേ? ഞാൻ തൊഴുതു. ആണോ? ഞാൻ പോയി തൊഴുതിട്ട്. അവിടെ നിക്ക്, നിങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ച. ഞാൻ പോയിട്ട്. അല്ല ഇങ്ങോട്ട് വന്ന്, ഇവിടെ നമുക്ക് ആ കാവിനെ കൊണ്ടുപോവാം. വന്നേ. ആൾക്കാരൊക്കെ നോക്കുന്നു. എന്ത്? നമുക്ക് ബസ്സിൽ കാണാം. അപ്പൊ ഇത്ര നേരം കാത്തത് ഞാനാരായി? ഓ അത്രേ ഉള്ളല്ലേ, ഞാൻ പോവാ. അമ്പാടിച്ചേട്ടാ, അവളെന്തോ പറഞ്ഞു? അല്ല അത് അവളുടെ അച്ഛനുണ്ടല്ലോ കരയോഗ പ്രസിഡന്റ്, പുള്ളിയുടെ മുമ്പിൽ നിനക്കൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണമെന്നേ, പറഞ്ഞ് നടക്കില്ല, ബുദ്ധിമുട്ടാണെന്ന്. പ്രാർത്ഥിക്ക, അമ്പലമല്ലേ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. മനസ്സിലായി? ചെന്ന ഇതെവിടെ പോയി കിടക്കുകയായിരുന്നു ഇത്ര നേരം? ദേ വിളിക്കണേ നിന്റെ വള്ളി ചിറ്റപ്പൻ. ഇങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ. എടാ, മീറ്റിങ്ങിനിടയ്ക്ക് ആ ജഗദമ്പിള്ള തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം എടുത്തിടുമെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ നിന്നോണം. ഒരു കാരണവശാലും സെക്രട്ടറിയെ മാറ്റാൻ സമ്മതിക്കരുത്. ചിറ്റപ്പൻ ധൈര്യമായിട്ടിരി. ഈ കരയോഗത്തിനൊരു സെക്രട്ടറി ഉണ്ടെങ്കിൽ അത് മരണം വരെ എന്റെ ജനാർദ്ദൻ ചിറ്റപ്പനായിരിക്കും. എനിക്കത് കേട്ടാ മതി. ചിറ്റപ്പ മനം കൊളുത്തിയ ദീപിക NSS ദീപിക തലമുറ തലമുറക്കായി സെക്രട്ടറി ഇരിക്കാം. ചേട്ടാ എന്നാ തുടങ്ങാം. നമസ്കാരം. സരസ്വതി വിലാസം NSS കരയോഗം ക്രമ നമ്പർ 421 കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വായിക്കാൻ പ്രസിഡന്റ് ഇന്ദ്രസേന കുറുപ്പ് ചേട്ടനെ ഞാൻ ബഹുമാനപുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. പത്തനംതിട്ട യൂണിയന് കീഴിലുള്ള കോഴഞ്ചേരി താലൂക്കിൽ സരസ്വതി വിലാസം NSS കരയോഗത്തിന്റെ മുൻവർഷത്തെ ആകെ വരുമാനം 2 ലക്ഷം. റിപ്പോർട്ടൊക്കെ അവിടെ നിൽക്കട്ടെ പ്രസിഡന്റ്. നമ്മുടെ കരയോഗത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറ. 3 വർഷമായി. ബഹളം വെക്കില്ലേ ജഗദമ്പിള്ളേ? എല്ലാ വർഷവും നമ്മളൊക്കെ തന്നെയല്ലേ നടത്താറ്? അതങ്ങനെ ഇരുന്നാ പറ്റില്ലല്ലോ. പുതിയ ആൾക്കാർ വരട്ടെ. ഇരിക്കുന്ന ജഗദമ്പിള്ള ചേട്ടൻ പ്രസിഡന്റ് എന്താ പറ്റില്ലേ? ആ പ്രസിഡന്റ് മാറ്റാൻ പറ്റത്തില്ല. ഈ ഇരിക്കുന്ന കുറുപ്പ് ചേട്ടൻ ചെയ്ത പോലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഭംഗിയായി നടത്താൻ ഇവിടെ വേറെ ആരാ ഉള്ളത്? എന്തോ വേണമെന്ന്. അതെ, ഈ ഞങ്ങൾ എല്ലാരും കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് മാറി നിന്നാലേ കാര്യങ്ങൾ ശരിയാവില്ല. നമ്മുടെ ഖജാൻജി മനോജ് ആണെങ്കിൽ കണക്കുകൾ കൃത്യം കറക്റ്റാ. അതെ, അപ്പൂപ്പന്റെ സ്ഥലത്തിന്റെ കാര്യം കൂടെ പറ. അത് മാത്രമല്ല, നമ്മുടെ ഈ കരയോഗ കെട്ടിട ഇരിക്കുന്ന സ്ഥലം പണ്ട് മനോജിന്റെ അപ്പൂപ്പൻ കരയോഗത്തിന് ദാനമായിട്ട് തന്നതാണ്. നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ പ്രസിഡന്റിനെ മാറ്റാൻ നിങ്ങളാരും ആഗ്രഹിക്കുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, മാറ്റങ്ങൾ വേണം. അതുകൊണ്ട് നമുക്കൊരു പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാം. എന്താണ് എല്ലാവരുടെയും അഭിപ്രായം? എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ പറ്റിയൊരു യുവാവുണ്ട്. ആരാണ് അയാൾ? മനു മോഹൻ നായർ. അത് ശരിയാവില്ല. അതൊക്കെ ശരിയാവും. ഉത്തരവാദിത്തമുള്ള ജോലിയാ. അതിനെന്താ, ചെറുപ്പക്കാർ വരട്ടെ. നമ്മുടെ കല്ലുവേലിലെ മോഹന്റെ മകനല്ലേ? അതെ, ഞാൻ പിന്താങ്ങുന്നു. ഞാനും. ആളെവിടെ? ദേവിടെ ഉണ്ടോ? ഓ വരൂ വരൂ. പിന്താങ്ങി പിന്താങ്ങി എഴുന്നേറ്റ്.